നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാർ ഏജന്റ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഗവർണറെക്കുറിച്ചുള്ള അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും മുരളീധരൻ. ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്ന തിരുവഞ്ചൂരിന്റെ ആവശ്യം കണ്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. കണ്ടിട്ട് പ്രതികരിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി. വ്യവസായ വികസന റാങ്കിങ്ങിൽ കേരളത്തിന് ചരിത്ര നേട്ടം. കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പുരസ്കാരം കേരളത്തിന്. അഭിമാനകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിച്ചതിൽ സമൂഹത്തിലെ എല്ലാതരം ജനവിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വിസ്മരിക്കാനാവാത്തതെന്ന് മന്ത്രി പി രാജീവ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഈ നേട്ടത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ടിവിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഇന്ന് അത്തം. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര, അത്തച്ചമയാഘോഷം സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ ചെറുത്ത് ഒരുമയുടെ ഓണം ആഘോഷിക്കാമെന്ന് സ്പീക്കർ. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നുവെന്ന് പി ജയരാജൻ. അവരുടെ ലക്ഷ്യങ്ങൾ പാർട്ടി സമ്മേളനമാണെന്നും പി ജയരാജൻ. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകം. ഡോക്ടർ സന്ദീപ് ഘോഷിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി. സിബിഐ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളി. കൽക്കത്ത ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. സന്ദീപ് ഘോഷിന്റെ സാമ്പത്തിക ക്രമക്കേടുകളിലാണ് സിബിഐ അന്വേഷണം. കൊൽക്കത്തയിൽ പ്രതിഷേധം തുടർന്ന് ജൂനിയർ ഡോക്ടർമാർ. മമതാ സർക്കാരിനെ വിമർശിച്ച് ഗവർണർ സി വി ആനന്ദബോസ്. കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് വിമർശനം. ഹരിയാന ബിജെപിയിൽ പൊട്ടിത്തെറി രൂക്ഷം. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഊർജ്ജ മന്ത്രി ചൌധരി രഞ്ജിത് സിംഗ് ചൌട്ടാല രാജിവച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ കടുത്ത അതൃപ്തി. കൂടുതൽ പേർ രാജിയിലേക്ക്. ചരിത്ര നേട്ടവുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോളിൽ 90 ഗോൾ നേടുന്ന ആദ്യ താരം. നേട്ടം നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരെ. പി വി അൻവറിന്റെ ആരോപണത്തിൽ ചർച്ച ചെയ്യേണ്ടതെല്ലാം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്തൊക്കെ ചർച്ച ചെയ്യുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ. കോട്ടയം പുതുവേലി വൈക്കം തൊടുപുഴ റൂട്ടിൽ ലോറിക്ക് തീപിടിച്ചു. കൂത്താട്ടുകുളം വൈക്കം റോഡിൽ ഇലഞ്ഞി കാഞ്ഞിരമലയിൽ ടോറസ് ലോറിക്കാണ് തീപിടിച്ചത്. ലോറിയിൽ നിന്ന് പുറത്തു പുക വന്നതിനെ തുടർന്ന് ലോറി ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിലെ ക്യാന്റീനിൽ വെച്ച് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കൂടരഞ്ഞി കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ക്യാന്റീനിൽ വെച്ചാണ് അപകടം. തിരുവമ്പാടി ചവലപ്പാറ സ്വദേശി അബിൻ വിനുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സജീവ വിപണി ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. സപ്ലൈകോ ഓണച്ചന്തകൾ തുടങ്ങി. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ 200-ൽ പരം പ്രധാന ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ 10 മുതൽ 45% വരെ വില കുറവിൽ ലഭ്യമാക്കും.
മലപ്പുറം എടക്കര പാലുണ്ട മുണ്ടേരി റൂട്ടിൽ പാതിരിപ്പാടത്ത് കലുങ്ക് തകർന്നു. പാതിരിപ്പാടം അങ്ങാടിക്ക് സമീപമുള്ള ഓഡിറ്റോറിയത്തിന് മുന്നിലെ കലുങ്കാണ് തകർന്നത്. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം നിലമ്പൂർ രാമൻകുത്തിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. അഗ്നിരക്ഷാസേന നിലമ്പൂർ യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു. രാമൻകുഞ്ഞ് പാറങ്ങൽ മൂസാന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത്. 300ഓളം റബ്ബർ ഷീറ്റും 2 ചാക്കുകളിലായി ഉണ്ടായിരുന്ന റബ്ബർ ഒട്ടുപാലും കത്തി നശിച്ചു. ചൂരൽമല ദുരിതബാധിതർക്ക് വീടൊരുക്കാൻ വയനാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശേഖരിച്ച 61,116 രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി. വിവിധ ചലഞ്ചുകളുടെ 65 മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിച്ചത്. ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മർച്ചന്റ് അസോസിയേഷന്റെ 200 ഫർണിച്ചറുകൾ കൂടി കൈമാറി. താൽക്കാലിക പുനരധിവാസ വീടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ 200 ഫർണിച്ചറുകൾ ഉൾപ്പെടെ 400 ഫർണിച്ചറുകളാണ് സംഘടന ഇതുവരെ കൈമാറിയത്. നായ്ക്കനാൽ ദേശീയ കുമ്മാട്ടി 3ാമത് മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇലാങ്കോ അവർകൾ നിർവഹിച്ചു. ചടങ്ങിൽ നായ്ക്കനാൽ ദേശീയ കുമ്മാട്ടി രക്ഷാധികാരി TR ഹരിഹരൻ, പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി CR രാംദാസ്, അഭിജിത്ത് പാറമേൽ, മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിൽ ലഭിച്ച 1360 പരാതികളിൽ 1236 എണ്ണത്തിലും അനുകൂലമായി തീർപ്പുണ്ടാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. 121 പരാതികൾ നിരസിച്ചതായും 3 എണ്ണം തുടർ പരിശോധനയ്ക്ക് അയച്ചതായും മന്ത്രി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ 2ാം പ്രതിയായ തിരുപ്പൂർ സ്വദേശി കാർത്തിക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായിരുന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസ് CBIക്ക് കൈമാറണമെന്ന നിലപാടുമായി പ്രത്യേക അന്വേഷണ സംഘം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി അടുത്ത മാസം 1-ന് ഹൈക്കോടതി പരിഗണിക്കും. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വീണ്ടും ഡ്രോൺ സർവേ ആരംഭിച്ചത് നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സർവേ. അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് സമ്മാനവുമായി പഞ്ചായത്ത് അംഗം പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം സിന്ധു മോഹനാണ് തന്റെ വാർഡിലെ കാഞ്ഞിരപ്പള്ളി പാലമ്പ്ര അസംഷൻ ഹൈസ്കൂൾ അധ്യാപകർക്ക് അധ്യാപക ദിനത്തിൽ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളുമായി എത്തിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി മനോജ് B നായരെ വീണ്ടും നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായി. കോട്ടയം പാലാ സ്വദേശിയാണ്. കാലാവധി തീർന്നതിനെ തുടർന്നാണ് വീണ്ടും നോമിനേറ്റ് ചെയ്തത്. പട്ടികജാതി വർഗ്ഗക്കാരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി OR കേളു. ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് പുതുനഗരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പുതുമ കൃഷിക്കൂട്ടം ഉൽപ്പാദിപ്പിച്ച ഓണത്തിനൊരു പൂക്കളം ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉത്സവം നടത്തി. വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീര ഇസ്മയിൽ നിർവഹിച്ചു.
കോട്ടയം മുപ്പായിപ്പാടത്ത് മാലിന്യം നിക്ഷേപിച്ചവരെ പിടികൂടി പിഴയടപ്പിച്ചു. പള്ളം സ്വദേശി കൊച്ചുപറമ്പിൽ രാജു എന്നയാളിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം 50,000 രൂപയാണ് പിഴയടപ്പിച്ചത്. മേഖലയിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാണെന്ന് പരാതിയെ തുടർന്നാണ് നടപടി. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പുത്തൻചന്ത സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണം. പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം സെബാസ്റ്റ്യൻ കളത്തിങ്കൽ MLA നിർവഹിച്ചു. പുതുപ്പാടി ഈങ്ങാപ്പുഴയിൽ ജീപ്പും കാറും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ ഈങ്ങാപ്പുഴ പാരിഷ് ഹാളിന് സമീപം രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൊടുവള്ളി സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്നയാൾ അറസ്റ്റിൽ. പാലക്കാട് മണ്ണൂർ സ്വദേശി പ്രവീൺ എന്നയാളാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. പരാതിക്കാരി ഉൾപ്പെടെയുള്ള നിരവധി പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചും 100ഓളം CCTV കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേള ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഷിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രമിത മെമ്പർ സെക്രട്ടറി പദ്ധതി വിശദീകരണം നടത്തി. 5 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് ചന്ത നടത്തുന്നത്. കൂടത്തായി എജു പാർക്ക് ഈ വർഷത്തെ ടീച്ചേഴ്സ് ഡേ വ്യത്യസ്ത പരിപാടികളോടെ ആചരിച്ചു. ടീച്ചേഴ്സിന് പകരം സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പൽ റൂം തുടങ്ങിയ സ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ നിയന്ത്രിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, യൂനൂസ് അമ്പലക്കണ്ടി, കരുണാകരൻ മാസ്റ്റർ, സുബൈർ നെല്ലിക്കാപ്പറമ്പ്, സജ്ന ആസാദ്, LC മാത്യ, സലിന അഷ്റഫ്, മെഹജബിൻ നവാസ്, അഫ്രീൻ, ഫാത്തിമ സൈനബ്, TK മുഹമ്മദ് ഫാദി തുടങ്ങിയവർ പങ്കെടുത്തു. HML കോന്നി കല്ലേലി എസ്റ്റേറ്റ് ഓഫീസ് പഠിക്കൻ ബോണസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം NM മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം രാമൽക്കൽ മേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി. നാളെ ഉടുമ്പൻചോല MLA MM മണി ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയത്തിന്റെ നവീകരണം. പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം സെബാസ്റ്റ്യൻ കളത്തിങ്കൽ MLA നിർവഹിച്ചു. പുതുപ്പാടി ഈങ്ങാപ്പുഴയിൽ ജീപ്പും കാറും കൂട്ടിയിടിച്ച് 8 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ ഈങ്ങാപ്പുഴ പാരിഷ് ഹാളിന് സമീപം രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൊടുവള്ളി സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്നയാൾ അറസ്റ്റിൽ. പാലക്കാട് മണ്ണൂർ സ്വദേശി പ്രവീൺ എന്നയാളാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. പരാതിക്കാരി ഉൾപ്പെടെയുള്ള നിരവധി പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചും 100ഓളം CCTV കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം. കൊയിലാണ്ടി നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേള ചെയർപേഴ്സൺ സുധ കിഴക്കേപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഷിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രമിത മെമ്പർ സെക്രട്ടറി പദ്ധതി വിശദീകരണം നടത്തി. 5 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് ചന്ത നടത്തുന്നത്.
കൂടത്തായി എജു പാർക്ക് ഈ വർഷത്തെ ടീച്ചേഴ്സ് ഡേ വ്യത്യസ്ത പരിപാടികളോടെ ആചരിച്ചു. ടീച്ചേഴ്സിന് പകരം സ്റ്റാഫ് റൂമിലും പ്രിൻസിപ്പൽ റൂം തുടങ്ങിയ സ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ നിയന്ത്രിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു, യൂനൂസ് അമ്പലക്കണ്ടി, കരുണാകരൻ മാസ്റ്റർ, സുബൈർ നെല്ലിക്കാപ്പറമ്പ്, സജ്ന ആസാദ്, എൽസി മാത്യ, സലിന അഷ്റഫ്, മെഹജബിൻ നവാസ്, അഫ്രീൻ ഫാത്തിമ, സൈനബ്, ടി കെ മുഹമ്മദ് ഫാദി തുടങ്ങിയവർ പങ്കെടുത്തു. HML കോന്നി കല്ലേലി എസ്റ്റേറ്റ് ഓഫീസ് പഠിക്കൻ ബോണസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം NM മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആമശില്പം രാമൽക്കൽ മേടിന് സമീപം ആമപ്പാറയിൽ പൂർത്തിയായി. നാളെ ഉടുമ്പൻചോല MLA MM മണി ശില്പം സഞ്ചാരികൾക്കായി തുറന്നു നൽകും. പൊതുസ്ഥലംമാറ്റ നടപടികളിലെ അപാകത പരിഹരിക്കണമെന്ന് കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AK മഹേഷ് അധ്യക്ഷനായി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ബംഗളൂരുവിലെ ദൂരവാണി നഗർ കേരള സമാജത്തിന്റെ 8 സോണിൽ നിന്നും കൂടാതെ സമാജം നടത്തുന്ന ജൂബിലി സ്കൂൾ, ജൂബിലി കോളേജ്, CBSE ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ നിന്നും തുക സമാഹരിച്ച 5,75,000 രൂപ സമാജം പ്രസിഡന്റ് മുരളീധരൻ നായർ, ജനറൽ സെക്രട്ടറി ഡെന്നിസ് പോൾ, ജൂബിലി സ്കൂൾ സെക്രട്ടറി ചന്ദ്രശേഖരക്കുറുപ്പ് എന്നിവർ ചേർന്ന് കൈമാറി. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ നിർവാഹക സമിതി യോഗം കൊല്ലത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യം, ലഹരി വസ്തുക്കൾ എന്നിവയുടെ വിപണനം തടയുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ്. ഇതിനായി വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ടറുടെ ചേംബറിൽ ചേർന്നു. മികച്ച സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കാവുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ ഒരുക്കുന്നതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. നെടുമൺകാവ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാലയങ്ങളിൽ മികച്ച പഠന നിലവാരം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെല്ലാം സർക്കാർ സ്വീകരിക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബിയിലൂടെ 3.90 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP സോമസുന്ദരൻ ചെക്ക് കൈമാറി. വയനാട് ദുരന്തബാധിതർക്ക് ആവശ്യമായ കണ്ണടകൾ വിതരണം ചെയ്തു. പദ്ധതി നടപ്പിലാക്കിയത് കേരള പോലീസ് അസോസിയേഷൻ, കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയും ചേർന്ന്. രാജ്യത്താദ്യമായി കൂറ്റൻ മറൈൻ മിറാക്കിൾ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം പ്രദർശനം ആനയാറ വേൾഡ് മാർക്കറ്റ് മൈതാനിയിൽ ഒക്ടോബർ 2 വരെ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും ഇന്ത്യ-US ബന്ധം മുന്നോട്ട് തന്നെ പോകുമെന്ന് മുകേഷ് ആഗി. കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള മത്സരം ഇന്ത്യയെ ബാധിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് മുകേഷ് ആഗിയുടെ പരാമർശം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.